സെലിബ്രിറ്റീസിന് ഇതുപോലെ ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു വെയിറ്റ് ലോസ് അതായത് ഇപ്പം ലാലേട്ടനാണെങ്കിലും നമ്മുടെ ഇപ്പം റീസെന്റ്ലി നിവിൻ പോളി യെസ്. അങ്ങനെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വന്നേക്കുന്നത് ഭയങ്കര ഒരു ലുക്ക് വൈസ് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അതെ. അത് ഒരു ചെറിയ പീരീഡിൽ ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ഹെൽത്തി ആണ് അവർക്ക്? ആക്ച്വലി അത് ഹെൽത്തി അല്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്നാണെങ്കിൽ പൃഥ്വിരാജ് ആടുജീവിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആൾ തന്നെ പല ഇൻ്റർവ്യൂസിലും പറയലുണ്ട്, ഒരിക്കലും ആരും ഇത് ചെയ്യാൻ പോകരുത്, കാരണം ഭയങ്കര അൺഹെൽത്തിയാണ്. പക്ഷെ അത് സിനിമൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. റെഗുലർ ആയിട്ട് ഒരാൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും, ഭയങ്കര ക്ഷീണം തോന്നും, കയ്യിലൊരു വിറയൽ വരും, പിന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ ഒരിക്കലും ഷോർട്ട് കട്ട് ആരും നോക്കരുത്. ഒരു 8 കിലോ ഒക്കെ പെട്ടെന്നൊന്ന് കുറയ്ക്കണം, ഒരു മാസം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് എല്ലാ മാസവും 8 കിലോ വെച്ച് 10 കിലോ വെച്ച് കുറക്കുന്നത് ഭയങ്കര അൺഹെൽത്തിയാണ്. ഓക്കെ, അതെ. ചേട്ടൻ മറ്റേ വീഡിയോസിനകത്ത് കാണിക്കുന്നുണ്ടോ? അതായത് 45 ഡേയ്സ് ചലഞ്ച് എന്നൊക്കെ യെസ്. പറഞ്ഞിട്ട്. അപ്പൊ അതും എങ്ങനെയാണ്, ഹെൽത്തി ആയിട്ടാണോ അതോ? ആക്ച്വലി അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ഡയറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഡയറ്റും 1 അവർ വർക്കൗട്ടാണ് കൊടുക്കുന്നത്. അതിപ്പോൾ 45 ഡേയ്സിൽ ഷേപ്പിൽ നല്ല മാറ്റം ഉണ്ടെങ്കിലും കേജ് വൈസ് നോക്കുമ്പോൾ നമുക്ക് 7 മുതൽ 10 കിലോ വരെയാണ്. അത് ഹെൽത്തിയാണ് ആക്ച്വലി. 6 കിലോ ഒരു മാസം വെച്ച് നമുക്ക് മാക്സിമം കുറക്കാം. അതിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കുറക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്.